കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ചാണ്. അദ്ദേഹം ഇപ്പോൾ വലിയ ധർമ്മസങ്കടത്തിലാണ്. അദ്ദേഹത്തിന് കുറേയധികം സിനിമ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ കേന്ദ്ര അനുമതി കിട്ടിയില്ലെങ്കിലും സിനിമ അഭിനയിച്ച് തീർക്കും. ഇനി 22ഓളം സിനിമകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തിരിച്ച് സജീവമായി തന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്നു എന്നുള്ള വിവരമാണ്. ഇനി അതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ അത് വളരെ സേഫായിട്ട് തന്നെ കാണുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. നസ്രിക, വല്ലാത്ത ധർമ്മസങ്കടത്തിലാണോ സുരേഷ് ഗോപി? ധർമ്മസങ്കടം എന്ന് അതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം സുരേഷ് ഗോപി ഈ നിലപാട് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പം തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തന്നെയാണ് അല്ലേ. തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞിരുന്നത് എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 ക്യാബിനറ്റ് മന്ത്രിമാരെ എനിക്ക് തന്നാൽ ഞാൻ കാര്യങ്ങളൊക്കെ വളരെ ഇതായിട്ട് നടത്താം, കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നടത്തും, ഭരണം തന്നെ വളരെ ഗംഭീരമായിട്ട് നടത്തും. 5 പക്ഷേ എനിക്ക് സിനിമയിൽ മന്ത്രിയാക്കണ്ട, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ പ്രസംഗം കേട്ടാൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഒന്നാമത് ആ പ്രസംഗം ഒരു ഗംഭീര പ്രസംഗമായിരുന്നു കേട്ടോ. ചേംബർ ഓഫ് കോമേഴ്സ് മൂപ്പർക്ക് കൊടുത്ത സ്വീകരണത്തിൽ ഇത് നടത്തിയ പ്രസംഗത്തിൽ. അപ്പോൾ അതിൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു വരുന്നുണ്ട്, ഇതിവിടെ സ്വാഗതം പറഞ്ഞ ആൾ എന്നെ രാഷ്ട്രീയത്തിലേക്ക് അങ്ങ് ആണിയടിച്ച് ഉറപ്പിച്ചിട്ട് ഇവൻ ഇനി സിനിമയിലേക്ക് ഇറങ്ങി വരില്ല എന്ന് ഉറപ്പിച്ച പോലെയാണ് സംസാരിക്കുന്നത്. അത് വേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ കുറച്ചപ്പുറത്തുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഈ പറഞ്ഞതുപോലെ ഈ 6-ാം തീയതി സെപ്റ്റംബർ 6-ാം തീയതി ഒറ്റയാൻ എന്ന് പറഞ്ഞ സിനിമ തുടങ്ങും. ഒറ്റക്കൊമ്പൻ സിനിമ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചുമൂർത്തി 6 ഈ തുടങ്ങും. 10-22 സിനിമകൾ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് എനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട് ധാരണയായിട്ട് ഞാൻ ഇതാക്കണമെന്നുണ്ട്. അപ്പോൾ അനുമതി കിട്ടിയിട്ടില്ല. അവിടെയാണ് പ്രശ്നമുള്ളത്. അനുമതി കിട്ടിയിട്ടില്ല. അനുമതി തരാൻ വേണ്ടി പരിശോധിച്ചപ്പോൾ ഫയൽ എടുത്തിട്ട് അമിത്ഷാ പരിശോധിച്ചപ്പോൾ എത്ര സിനിമകളുണ്ടെന്ന് ചോദിച്ചപ്പോൾ 10-22 സിനിമയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാറ്റി വെച്ചതാണ്. അപ്പം അനുമതി കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ 6-ാം തീയതി ഇത് തുടങ്ങും. വേറെ കൂടി പറയുന്നുണ്ട്, മന്ത്രിപ്പണി കളയുമെന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രിപ്പണി തുടരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 4-5 ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അവർക്ക് കാരവൻ പ്രൊഡ്യൂസർ കൊടുക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് താമസ സൗകര്യം കൊടുക്കണം, ഇതൊക്കെ കൊടുക്കണം, അവർക്ക് ഇതുണ്ടാവും. ഇനി അഥവാ ഇതിൻ്റെ പേരിൽ എന്നെ അവർ ഒഴിവാക്കുകയാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അതിന് ശേഷം പിന്നീട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സിനിമ എൻ്റെ പാഷനാണ്, അതില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്ന്. കാരണം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് ധർമ്മസങ്കടമാണെന്നല്ല. ആ ധർമ്മസങ്കടത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എവിടെ വെച്ചാൽ, മൂപ്പര് നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടാണ് മന്ത്രിയാക്കിയതെന്നും പറയുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടാണ് മന്ത്രിയാക്കിയത്. കാരണം അത് എന്താണ്, ഈ തൃശ്ശൂരിലെ മൂപ്പരെ ജയിപ്പിച്ച തൃശ്ശൂരിലെ വോട്ടർമാർക്ക് രാഷ്ട്രീയ പ്രബുദ്ധത ഉണ്ടായിരുന്ന ആളുകളാണ്. അതുകൂടെ കട്ട് ചെയ്തിട്ട് അവർ നിങ്ങളെ വിജയിപ്പിച്ചതുകൊണ്ട് നിങ്ങളെ വിജയിപ്പിച്ച പാർട്ടിക്ക് ആ വോട്ടർമാരോട് നന്ദി കാണിക്കേണ്ടത്, അതിൻ്റെ ഒരു സന്തോഷം രേഖപ്പെടുത്തേണ്ടതുമായ കടമ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മന്ത്രിയാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയിട്ട് മന്ത്രിയാക്കിയതാണ്. അത് അദ്ദേഹം മന്ത്രി ആവുന്നതിന് മുമ്പ് പറഞ്ഞതും ഇപ്പം ഒന്ന് പറഞ്ഞതും വസ്തുതാപരമായിട്ട് ഒന്ന് തന്നെയാണ്. മൂപ്പർക്ക് താല്പര്യമില്ല. അതിൻ്റെ കാരണങ്ങളൊക്കെ മൂപ്പർ കണക്കൊക്കെ പറയുന്നുണ്ട്. മൂപ്പർക്ക് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ 15 ലക്ഷത്തിനും 20 ലക്ഷത്തിനും ഇടയിൽ കിട്ടും. മമ്മൂട്ടിക്കാണെങ്കിൽ 50 ലക്ഷം വെള്ളം കിട്ടുന്നുണ്ടാവും. മോഹൻലാലാണെങ്കിൽ 100 ലക്ഷത്തോളം കിട്ടുന്നുണ്ടാവും. അതിനുള്ള ഇത് അവർ കൊടുക്കുന്നുണ്ടാവും സിനിമയ്ക്ക്. ഞാൻ ഇത്രയും കൊടുക്കുന്നുണ്ടുള്ളതിൽ ഏതായാലും 22 സിനിമ ഇൻറ്റു 20 ലക്ഷം വെച്ചിട്ട് കിട്ടുന്ന ഒരു പൈസൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ ഒരു മന്ത്രിയായിട്ട് MP ആയിട്ടല്ല പോകുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇത് എന്താണ്, ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ വരുമോ വരില്ലേ എന്നുള്ള നിയമപ്രശ്നങ്ങൾ ഇനിയുണ്ടാവും. ഇതിന് മുമ്പ് മന്ത്രിയായിട്ട് അഭിനയിച്ചവരാരും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. MP ആയിട്ട് അഭിനയിച്ചവരുണ്ട്. MP ആയിട്ട് അഭിനയിച്ചതെന്ന് വെച്ചാൽ ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയുടെ കാലത്ത് രാജീവ് ഗാന്ധി ഗവർണർക്കതിനടുത്ത് അമിതാഭ് ബച്ചൻ MP ആയിരുന്നു, രാജ്യസഭ MP ആയിരുന്നു. അന്ന് അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുണ്ട്. അമിതാഭ് ബച്ചൻ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേരളത്തിൽ തന്നെയാണെങ്കിൽ ലോനപ്പൻ നമ്പാടൻ MLA ആയിരിക്കുമ്പോഴും മന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ ലോനപ്പൻ നമ്പാടൻ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അഭിനയിക്കാം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ, ഇതിൻ്റെ നിയമപ്രശ്നങ്ങളാണ് ശരിക്ക് വരാനുള്ളതെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഇയാളുടെ ഒരു പാഷനാണ്, ഇയാളൊരു സിനിമാക്കാരനാണെന്നൊക്കെ പറഞ്ഞ് ഒരു സിനിമയിലോ വേണമെങ്കിൽ 2 സിനിമയിലോ അഭിനയിക്കാൻ അവസരം കൊടുത്താലും ഇതിൽ വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം ഇതാണല്ലോ, ഇയാൾ ഒരു ജോലി ചെയ്ത് ശമ്പളം വാങ്ങുകയല്ല, ആണോ? ജോലി ചെയ്ത് ശമ്പളം വാങ്ങുകയാണോ? ഇയാൾ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയൊന്നുമല്ല. ഇയാളുടെ ഒരു ഏർപ്പാട് ചെയ്യുന്നു, അതിൻ്റെ പ്രതിഫലം വാങ്ങുന്നു എന്ന അടിസ്ഥാനത്തിൽ ഇത് കൊടുത്താൽ പോലും ഒരുപക്ഷെ മന്ത്രി അഭിനയിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയ്ക്ക്
പിന്നെ ഈ സിനിമ വ്യവസായത്തിൽ ഇതിന് സ്വാധീനം ഉണ്ടാക്കാൻ വഴിയുണ്ട് എന്നും അങ്ങനെ അത്തരത്തിലുള്ള ആരോപണങ്ങളും സംഭവങ്ങളും ഒക്കെ ഉയർന്നു വരികയാണെങ്കിൽ ഇത് പുനഃപരിശോധിക്കാൻ ഗവൺമെൻറ് നിർബന്ധമാകുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഉണ്ടെങ്കിലും മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ഇത് പോയാൽ പോട്ടെ എനിക്ക് ലാഭമാണെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. സത്യത്തിൽ ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം ഇത് BJP ലീഡർഷിപ്പ് ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ കാണുന്നുള്ളതാണ്. അവരെന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെയും അവർ വേറെയും എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത്. അവർക്ക് വേണ്ടി മത്സരിച്ചു ജയിച്ചു, എന്നിട്ട് അവർക്ക് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ പിടിച്ച് മന്ത്രിയാക്കി അവർ എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ എനിക്ക് ലാഭം എന്നൊരാൾ പറഞ്ഞാൽ ഇയാൾ BJP ആണോ അല്ലേ എന്നുള്ള ചോദ്യത്തിന് BJPക്കാർ മറുപടി പറയേണ്ടി വരും. യെസ്. അപ്പോൾ നാസർക്ക് ഇപ്പോൾ ഇവിടെയോട്ട് ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയാൻ പറ്റുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു കൊറിയയിലൊക്കെയുള്ള ഒരു ആർട്ടിസ്റ്റാണ്, എന്ത് ചെയ്തേനെ. അപ്പോൾ എനിക്കിപ്പോൾ ഈ പ്രസംഗമൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം ഇരിക്കുന്ന പദവിയെപ്പറ്റി അദ്ദേഹത്തിനൊരു ബോധ്യമില്ല. ഇത്ര ഇമ്മച്യൂർഡ് ആയിട്ടാണോ സംസാരിക്കുന്നതെന്നാണ് പേഴ്സണലി തോന്നിയത്. അജിംസന് എന്താ തോന്നിയത്? അല്ല, ഈ ഒരു മന്ത്രിയായിരിക്കെ മറ്റെന്തെങ്കിലും ജോലി ചെയ്യാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എം പിമാർക്ക് മറ്റ് പ്രൊഫഷൻ ആകാമോ എന്നൊരു ക്വസ്റ്റ്യൻ സുപ്രീം കോടതി മുമ്പിൽ വന്നിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയുന്നത് ലോയർമാരായിട്ടുള്ള MP മാരുണ്ട്, അഭിഭാഷകർ, അവർ ഒരു സമയം MP ആയിരിക്കും, കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. അത് അനുവദിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് JS കഹാറാണ്. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചു, അയാൾ എഞ്ചിനീയറിംഗ് അറിയാം, അയാൾ ഡോക്ടർ MBBS പഠിച്ചു, അയാൾക്ക് MBBS അറിയാം, അതെങ്ങനെ കോടതിക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എതിർഭാഗത്തിൻ്റെ ഒരു വാദം, ഇപ്പോൾ സിനിമാക്കാരനായ ഒരാൾ MP ആവുകയോ അല്ലെങ്കിൽ മന്ത്രി ആവുകയോ ചെയ്യുകയാണ്, ഈ സർക്കാരിൻ്റെ പല കമ്മിറ്റികളിൽ അയാൾ അംഗമായിരിക്കും, പല പോളിസി ഡിസിഷനിൽ അയാൾ പങ്കാളിയാവും, അത് ക്ലാഷസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനായ ഒരു MPയോ മന്ത്രിയോ ഉണ്ടാകുന്നു, അയാൾക്കൊരു വലിയ ബിസിനസ് ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ഉദാഹരണത്തിന് നവീൻ ജിൻഡാൽ MP ആയിരുന്നു. നവീൻ ജിൻഡാൽ എന്ന് പറഞ്ഞാൽ ജിൻഡാൽ സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനികളുടെ ഉടമയാണ്. അയാൾ ഏതെങ്കിലും കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടെന്ന് കരുതുക, അയാൾക്ക് താല്പര്യത്തിനനുസരിച്ച് അയാൾ പോളിസി സ്വാധീനിക്കാൻ ശ്രമിക്കുമല്ലോ. ഇത് ഇന്ത്യയിലെ മാത്രം ഡിബേറ്റ് അല്ല, ഈ UK യിലൊക്കെ ഈ ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ട്. MP മാരുടെ സെക്കൻഡ് ജോബ് ഒരു പ്രശ്നമാണല്ലോ എന്നുള്ളൊരു ഡിബേറ്റ്. അതിൽ അപ്പോൾ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു പോളിസി പ്രശ്നമാണ്, അതിൽ കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ കോടതിക്ക് നോക്കാൻ കഴിയുള്ളൂ. അത് സർക്കാരുകളാണ് തീരുമാനിക്കുന്നത്. ആ പോളിസി ഉണ്ടാക്കുന്നത് ലെജിസ്ലേച്ചറാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹം സിനിമാ നടനാണ്. സിനിമാ നടനായതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയാവുന്നത്. സിനിമാ നടനായതുകൊണ്ടാണ് അദ്ദേഹം BJP വരുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുന്നത് സിനിമാ നടനായിട്ട് തന്നെ. അത് ഈ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഈ സിനിമയാണ് എനിക്ക് ഉറപ്പായിട്ടും അത് തന്നെയാണ്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് രാഷ്ട്രീയത്തിൽ നേട്ടം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തോട് ആ ജോലി ഇനി തുടർന്ന് ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ക്വസ്റ്റ്യൻ ഈ ഡബിൾ പ്രോഫിറ്റിൻ്റെ പ്രശ്നമാണ്. ഒരേ സമയം അദ്ദേഹം MP ആയിട്ടും അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ വേതനം കൈപ്പറ്റുന്നുണ്ട്. അതുകൂടാതെ സിനിമയിൽ അഭിനയിച്ച് വേതനം കൈപ്പറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ വേതനം അല്ല, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ പ്രാക്ടീസാണ്. അതിപ്പോൾ ലോയർക്ക് അനുവദനീയമാണെങ്കിൽ, ഡോക്ടർക്ക് അനുവദനീയമാണെങ്കിൽ സിനിമാണോ അനുവദിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ വിഷയം അതൊന്നുമല്ല, അതൊരു പൊളിറ്റിക്കൽ എത്തിക്സിൻ്റെ പ്രശ്നമാണ്. ഇന്ന് അദ്ദേഹം സംസാരിക്കുന്ന മുഴുവൻ കാര്യവും ആ എത്തിക്സ് മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നുന്നത്. ഒന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ തൊട്ടുടനെയാണ് ഇന്ന് രാവിലെയാണ് ഇത് നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? നടിമാർക്ക് തുണി മാറാൻ ക്യാരവനില്ല, സാരി വലിച്ചു കെട്ടിയിട്ട് അതിൻ്റെ മുമ്പിൽ ഇതാണ് തുണി മാറുന്നതെന്ന് പറയുന്ന റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ സിനിമയിൽ തന്നെ വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളെ സുരേഷ് ഗോപി പറയുകയാണ്, ഞാൻ അഭിനയിക്കാൻ വരുമ്പോൾ എൻ്റെ ഉദ്യോഗസ്ഥർക്ക് ക്യാരവ് വേണം. അദ്ദേഹം ഒരു സിനിമാ നടൻ എന്നതിൽ തന്നെ ഇൻസെൻസിറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. രാഷ്ട്രീയക്കാരനെ വിടും, അദ്ദേഹം ഒരു സിനിമാ നടനാണ്. ആ ഫ്രറ്റേണിറ്റിയോട് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? അതായത് കൂടെ അഭിനയിക്കുന്ന സ്ത്രീകൾക്ക് തുണി മാറാൻ ക്യാരവനില്ല എന്നാണ് പരാതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. അപ്പോൾ പറയുകയാണ്, വരുന്ന ഉദ്യോഗസ്ഥർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് റൂം ഉണ്ടാവണം, അവർക്കൊരു ക്യാരവൻ കൊടുത്താൽ 4-5 ഉദ്യോഗസ്ഥരുണ്ടാവുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ 5 ഉദ്യോഗസ്ഥർ വന്നിട്ട് സുരേഷ് ഗോപി എന്താണ് ചെയ്യുന്നത്? ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ ടൂറിസം സഹമന്ത്രിയാണ് അദ്ദേഹം. എന്താണ് സഹമന്ത്രിയുടെ ജോലി? അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ പങ്കെടുക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? നമ്മൾ വിചാരിക്കുന്ന ഒരു സഹമന്ത്രിക്ക് അങ്ങനെ വലിയ കാര്യമായ ജോലിയൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 5 ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അദ്ദേഹത്തിൻ്റെ സിനിമ സെറ്റിൽ വന്നിരുന്ന് അദ്ദേഹത്തെ സഹായിക്കേണ്ട വിധം ജോലിയൊന്നും ഒരു സഹമന്ത്രിക്കില്ല. സഹമന്ത്രി സ്ഥാനം പലപ്പോഴും എന്താണ് പറയുക, ഒരു അക്കോമഡേഷൻ്റെ ഭാഗമായിട്ടാണ് സഹമന്ത്രി സ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ക്യാബിനറ്റ് പദവി കൊടുക്കാത്തത്. ക്യാബിനറ്റ് പദവിയുള്ള സഹമന്ത്രിമാരുണ്ട്, അവർക്ക് സ്വതന്ത്ര ചുമതല ഉണ്ടാവും. സ്വതന്ത്ര ചുമതല ഇദ്ദേഹത്തിന് സ്വതന്ത്ര ചുമതലയില്ല, ടൂറിസത്തിന് സ്വതന്ത്ര ചുമതലയില്ല. അപ്പോൾ അങ്ങനെ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് നിന്ന് സഹായിക്കേണ്ട വിധം പണിയൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ അദ്ദേഹം മുമ്പ് നടത്തിയ പ്രസ്താവന ഉണ്ടല്ലോ, തൻ്റെ ചൊൽപ്പടിക്ക് 5 കേന്ദ്രമന്ത്രിമാർ.
എങ്ങനെയാണ് ഈ കേന്ദ്രമന്ത്രിമാരെ ഒരു MP യുടെ ചൊൽപ്പടിക്ക് നിർത്തുക ഒരു സർക്കാർ? ഇപ്പോൾ BJPക്ക് അത് പറ്റുമെന്ന് തന്നെ നമുക്ക് സങ്കല്പിക്കുക. അങ്ങനെ പറ്റുമോ? അത് സാധ്യമാണോ? ഒരു MP യുടെ ചൊൽപ്പടിക്ക് 5 കേന്ദ്രമന്ത്രിമാരെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും എന്തല്ല, പ്രാക്ടിക്കലായിട്ടുള്ളതോ യുക്തിസഹമായിട്ടുള്ളതോ യാഥാർത്ഥ്യബോധത്തിന് നിൽക്കുന്നതല്ല. ഇപ്പോൾ ഈ അമിത്ഷാ അനുവദിച്ചാലും ഇല്ലെങ്കിലും അമിത്ഷായുടെ മുമ്പിൽ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം പേപ്പർ ഇട്ടെടുത്ത് മാറ്റി വെച്ചു എന്നാണ് പറയുന്നത്. എന്നാലും അദ്ദേഹം സമ്മതിക്കും. എനിക്ക് എൻ്റെ നേതാക്കൾ വലുതാണെന്നൊക്കെ അദ്ദേഹം പറയുമ്പോഴും ഈ സമ്മതിച്ചില്ലെങ്കിലും സെപ്റ്റംബർ 1 ഒറ്റക്കമ്മിറ്റി ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് കേൾക്കുന്ന ഒരു സാധാരണ BJP പ്രവർത്തനം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സാധാരണ, അതായത് സുരേഷ് ഗോപി ജയിപ്പിക്കാൻ വേണ്ടി തൃശ്ശൂർ മത്സരിക്കാൻ വേണ്ടി ഈ പണിയെടുത്ത ഒരു സാധാരണ BJP പ്രവർത്തകൻ ഞാൻ സമ്മതിച്ചില്ല ഒറ്റക്കമ്മിറ്റി ഷൂട്ട് സെപ്റ്റംബർ 1 തുടങ്ങും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് BJP പ്രവർത്തകരെന്ന് മനസ്സിലാകും. കേരളത്തിലെ BJP നിർത്തുന്നത് കുറഞ്ഞ പക്ഷം തൃശ്ശൂർ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് എന്ത് മനസ്സിലാകും അതിൽ നിന്ന്? അപ്പോൾ ഇതെന്ന് വെച്ചാൽ അദ്ദേഹം ഒരിക്കലും ഒരു പൊളിറ്റീഷ്യൻ അല്ല. അദ്ദേഹം വളരെ എന്താണ് പറയുക, വളരെ ഇമോഷണലായിട്ടുള്ള സ്പോണ്ടേനിയസ് ആയി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സിനിമാ നടനാണ്. അദ്ദേഹം സിനിമയിലെ കഥാപാത്രമായി തന്നെയാണ്. ഇപ്പോൾ ഒറ്റക്കൊമ്പൻ്റെ അതേ കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ അദ്ദേഹം നടക്കുന്നത്. നരച്ച താടി, കപ്പട മീശയൊക്കെ ഇപ്പോഴും അദ്ദേഹം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹം ഒരു കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടിരുന്നു. കൊടി ഇങ്ങനെ തോളത്ത് വെച്ച് നമ്മൾ വരുന്നത് കണ്ട് അദ്ദേഹം സ്വാതന്ത്ര്യം നേടിയിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യനാണ്, ഒരു സാധുവായ വളരെ വികാരജീവിയായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുകയാണ് BJPക്കാർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്.